We mock autonomy by providing external support to living entities. ഒരു കോശമോ സസ്യമോ ജന്തുവോ വ്യക്തിയോ സമൂഹമോ സംവിധാനമോ ആകട്ടെ, ഏതൊരു സത്തയെയും സ്വയം പുഷ്ടിപ്പെടാൻ അനുവദിക്കുക. നിങ്ങളതിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോൾ അതിന്റെ സ്വയം നിർദ്ധാരണ ശേഷി അപഹസിക്കപ്പെടുന്നു. അത് ഒരു യന്ത്രമായി മാറുന്നു. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ജീവനാണ്. ജീവനുണ്ട് എന്നുള്ളതാണ്. ജീവൻ എന്നാൽ സ്വയം നിർദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ധർമ്മങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വയം നടപ്പിലാക്കാനുള്ള ശേഷിയുണ്ടത്. ആ സ്വയം നടപ്പിലാക്കാനുള്ള ശേഷി എന്നുള്ളത് അതിൽ ലീനമാണ്. ആ സ്വയം നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു പ്രത്യേകതയിൽ ഒരു കാര്യം കൂടെയുണ്ട്. അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടത് സ്വീകരിക്കുക എന്നത് കൂടി. അപ്പോ പരിസരത്ത് നിന്നും വേണ്ടത് സ്വീകരിക്കാനുള്ള ഒരു ശേഷി ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്ന സമയത്ത് അവർക്ക് അപ്പൊ അമ്മയുടെ പാല് കുടിക്കും. അമ്മയുടെ പാല് കുടിക്കാനാകുന്നവരെ അമ്മയുടെ പാല് കുടിപ്പിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ വച്ചു കൊടുക്കുക, എടുത്ത് ചേർത്ത് നിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ മറ്റൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെ. കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വളരാനുള്ള ക്രിയകളിലൂടെ വളരാനുള്ള അവർക്ക് കൃത്യമായിട്ടുള്ള വ്യായാമം കിട്ടാനുള്ള കാര്യങ്ങളാണ് കളികളൊക്കെ. ഈ കളികളൊക്കെ ചെയ്യുന്ന സമയത്ത് രക്ഷിതാക്കൾ ഇടപെട്ടിട്ട് രക്ഷിതാക്കളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ, രക്ഷിതാക്കളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പൊ മൊബൈൽ പോലും അങ്ങനെയാണ്. ഒരു കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ മൊബൈൽ ഒരു ടോയ് ആയിട്ട് കയ്യിൽ കൊടുക്കുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മളിങ്ങനെ ഓരോ എനർജൈസേഴ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഇപ്പൊ ഹോർലിക്സ്, ബൂസ്റ്റ് തുടങ്ങിയ എക്സ്ട്രാ ഫുഡുകൾ, സപ്ലിമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തെ മാറാൻ നമ്മൾ സമ്മതിക്കണം. അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ അസുഖത്തെ മാറ്റാനായിട്ട് നമ്മൾ ഔഷധങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഇതിങ്ങനെ നിരന്തരമായിട്ട് അവയെ വെളിയിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. സാധാരണ രീതിയിൽ ഏതൊരു സംവിധാനവും അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നവയെ സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ അത് ഒരു ഓട്ടോണമസ് സംവിധാനം എന്ന് പറയുമ്പോൾ അത് സ്വയംഭൂ ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല. അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നല്ല അതിനർത്ഥം. അതിന്റെ പ്രവർത്തനത്തിന്റെ നിയന്ത്രണം അകത്തു നിന്നും ചെയ്യുന്നു എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ള വസ്തുക്കളെ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുക തന്നെ ചെയ്യും അത്. പക്ഷെ ആ കൊടുക്കുന്നത് ഇപ്പൊ ഒരു ചെടി വളരുന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ജലം എന്ന് പറയുന്നത് അതിന്റെ പരിസരത്ത് നിന്നും സ്വീകരിക്കാൻ അതിന് കഴിയും. അതിന്റെ പരിസരത്ത് ഉള്ള ജലത്തെ ആശ്രയിച്ചുകൊണ്ടാണ് അത് ഉപജീവിക്കുക, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അത് ഉയർന്നു വരിക. അതുകൊണ്ടിപ്പോ പുൽച്ചെടികളൊക്കെ വളരെ ചുരുങ്ങിയ ജലം, മഞ്ഞിന്റെ വെള്ളം അല്ലെങ്കിൽ മഴ പെയ്ത് തീർന്ന സമയത്ത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ വെള്ളം തീരുന്നത് വരെയുള്ള കാലമാണ് അത് ലൈവായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞാൽ അത് ഇല്ലാതെയാവും. അത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും അത് മുളച്ചു വരും. അപ്പോ അങ്ങനെയാണ് ഓരോ സസ്യജാലത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന്റെ പരിസരത്ത് നിന്ന് വേണ്ടത് സ്വീകരിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ഈ ബേസിക് ആയിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കാതെ അതിനകത്തേക്ക് നിരന്തരമായിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഓട്ടോണമിയെ, അതിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെ നമ്മൾ കളിയാക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെ നമ്മൾ കളിയാക്കുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. അങ്ങനെ വളർത്തപ്പെടുന്ന ഏതൊരു ജീവിയും, ഇപ്പോ ഒരു ചെറിയ ചെടിയാണെങ്കിൽ അതിനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നതിന് പകരം അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വളരും. വല്ലാത്ത അവസ്ഥയിലേക്ക് വളരുന്ന സമയത്ത് അതിന്റെ ഈ ഓട്ടോണമി എന്നുള്ള സ്വയം നിയന്ത്രണ സംവിധാനം എന്നുള്ളത് നഷ്ടമാവുകയും അത്
വല്ലാതെ വളരുകയും എന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം അതിനകത്ത് ഇല്ലാതാവുകയും അത് ദുർബലമാവുകയും ചെയ്യും. വളർച്ച വലുതാകും, അത് ദുർബലമാകും. നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ഒരു രീതി ഉണ്ടല്ലോ, ഒരാള് അല്പം മെലിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അയാൾ ക്ഷീണിച്ചു എന്ന് പറയുന്നത്. ക്ഷീണമല്ലല്ലോ അത്, അയാളുടെ ശരീരത്തിലേക്ക് ദുർമേധസ് ഇല്ലാതാവുന്നു എന്നാണ് അർത്ഥം. ദുർമേധസ്സോടുകൂടി നിൽക്കുന്ന ഒരാള് തടിച്ചു വിപുലപ്പെട്ടു വലുതായി വളർന്നു വലിയ ഒരു സംവിധാനമായി എന്നല്ല അർത്ഥം, അത് അയാൾ രോഗിതനായി എന്നാണ് അർത്ഥം. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒരു സസ്യത്തെ നമ്മൾ ഒരുപാട് വെള്ളം കൊടുത്തു ഒരുപാട് വളം കൊടുത്തു വലുതാക്കിയെടുത്താൽ ആ ചെടിക്ക് ദുർബലത കൂടും, അതിനകത്ത് രോഗസാധ്യത കൂടും, ദുർമേധസ് കൂടും. ഇതൊരു വ്യക്തിയുടെ കാര്യത്തിലും ഒരു കുഞ്ഞിന്റെ കാര്യത്തിലും ഒരു സംവിധാനത്തിന്റെ കാര്യത്തിലും ഒരു സംഘടനയുടെ കാര്യത്തിലും ഒരു വ്യക്തിയുടെ മാനസിക കാര്യങ്ങളിലുമൊക്കെ ഇത് ബാധകമാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നും ഒരു കാര്യത്തെ അനുചിതമായി സപ്പോർട്ട് ചെയ്യുക വഴി, അനുചിതമായി സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മളൊരു ചാരിറ്റിക്കായിട്ട് നമ്മുടെ മുന്നിൽ ഒരാൾക്ക് ഒരു കൈ നീട്ടുന്നു, ഉറപ്പാണ് നമ്മുടെ ധർമ്മമാണ് അത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കാൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഇതിനെ പിടിച്ചങ്ങ് സ്ഥാപനമാക്കിയേക്കാം, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കൊടുക്കണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു എക്സസൈസ് ആണ്, എന്റെ ബോധത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു എക്സസൈസ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. എന്നാൽ ഞാൻ അതിനെ സ്ഥാപനവൽക്കരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു, പ്രകൃതിയിൽ ഈ വാങ്ങിക്കാനായിട്ട് കൈ നീട്ടുന്ന സമയത്ത് കൊടുക്കാനായുള്ള കൈ ഉയരുന്നുണ്ടല്ലോ, അതുപോലെ കൊടുക്കാനായുള്ള കൈ ഇങ്ങനെ നീട്ടിവെക്കുന്ന സമയത്ത് വാങ്ങിക്കാനുള്ള കൈയും എസ്റ്റാബ്ലിഷ്ഡ് ആവും. വാങ്ങിക്കാനുള്ള കൈ വല്ലപ്പോഴും ഉണ്ടാകുമ്പോൾ കൊടുക്കാനുള്ള കൈ വല്ലപ്പോഴും ഉണ്ടാകും എന്നതുപോലെ തന്നെ കൊടുക്കാനുള്ള കൈ നിരന്തരമാകുന്ന സമയത്ത് വാങ്ങാനുള്ള കൈയും നിരന്തരമായിട്ടുണ്ടാകും. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിൽ സ്ഥിരമായ ഒരു സംവിധാനമായി മാറ്റപ്പെടും. അപ്പോ ആ ജീവിയുടെ, ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ ജീവിയുടെ സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള, സ്വയം ആർജിക്കാനുള്ള ആ ഒരു ശേഷി നഷ്ടമാണ്. അപ്പോ നമ്മൾ ഏതൊരു കാര്യത്തിനും ഏതൊരു ജൈവ സംവിധാനത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല, അതിനകത്ത് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. വന്യമൃഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫീഡ് ചെയ്യുക എന്നുള്ളതിന് പകരം അവയ്ക്ക് വനത്തിൽ നിന്നും വേണ്ടുന്നത് സ്വീകരിക്കാനുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഇതിനുണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ വിഭവങ്ങൾ അവിടെയുണ്ട്, അതിനെ ഉപജീവിക്കാൻ പാകത്തിലാണ് ഇവ ഉണ്ടായിട്ടുള്ളത്, അവയെ ക്രമീകരിക്കാനാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിന് പകരം ഇതിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് വേറൊന്നാക്കി മാറ്റി ഇതിനെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത്, അതിന് ഏത് തരത്തിലും ഒരു കുഞ്ഞ് വളരുന്ന സമയത്ത് അതിന്റെ ഒരു കുഞ്ഞിനോട് നമ്മൾ ഇക്കോ വില്ലേജിലൊക്കെ ഒരു ഫാമിലി വരികയാണ്, എന്താ കുഞ്ഞിന്റെ പേരെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ പേര് അച്ഛനമ്മയും പറയും. നമ്മൾ ആ കുഞ്ഞിനോട് ഇഷ്ടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും മറുപടി അച്ഛനമ്മയും പറയും. അടുത്ത 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ച 3ാമത്തെ പ്രാവശ്യം ഞാൻ പറയും കുഞ്ഞ് പറയട്ടെ എന്ന്. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവർക്ക് ആവശ്യത്തിന് ഒരു ക്ലാസ് കൊടുത്തതിന് ശേഷമേ പിന്നെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കയറാറുള്ളൂ. കാരണം കുഞ്ഞിനെ പറയാൻ സമ്മതിക്കില്ല, പറ്റും കുഞ്ഞിനെ കളിക്കാൻ സമ്മതിക്കില്ല, കുഞ്ഞിനെ അവന്റെ സ്വന്തം തീരുമാനമെടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഇത് കുഞ്ഞിന്റെ കാര്യമാണ്, സസ്യത്തിന്റെ കാര്യമാണെങ്കിലും ഒരു ചാരിറ്റിയുടെ കാര്യമാണെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ കാര്യമാണെങ്കിലും സ്വന്തം കാര്യമാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തം ശരീരം എന്ന് വെച്ചാൽ ശരീരത്തിൽ വരുന്ന അസുഖങ്ങളുടെ കാര്യത്തിൽ പോലും നമ്മൾ ശരീരത്തിന്റെ അല്ലെങ്കിൽ ജൈവ സംവിധാനത്തിന്റെ ഓട്ടോണമി അല്ലെങ്കിൽ സ്വയം പ്രവർത്തന സംവിധാനത്തെ പരിഗണിക്കാറേയില്ല. അത് പരിഗണിച്ചേ മതിയാവൂ. അങ്ങനെ പരിഗണിച്ചാൽ മാത്രമേ അതിന് സ്വയമേവ ഉയർന്നു നിന്ന് ഏതൊരവസരത്തിലും തലയുയർത്തി നിൽക്കാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിലോ നമ്മൾ അതിന്റെ ആ ഓട്ടോണമിയെ കളിയാക്കുകയാണ്. അതിന്റെ ഓട്ടോണമിയെ കളിയാക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന്റെ ഓട്ടോണമിക്കും മനസ്സിലാകും ഇതിങ്ങനെയൊക്കെ പോകുള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോ നമ്മളെ മറ്റുള്ളതിന്റെ ഓട്ടോണമിയെ കളിയാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓട്ടോണമിയും നമ്മുടെ ജീവിതത്തിലെ ഓട്ടോണമിയും കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തൊരവസ്ഥയിലേക്ക് വരും. ഇത് ഇന്റർകണക്റ്റഡ് ആണ്. മനസ്സിലാക്കുക, നമ്മൾ ഒരു സംവിധാനം, പ്രത്യേകിച്ച് ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ സസ്യജാലങ്ങളും ജീവജാലങ്ങളും തുടങ്ങി അവിടെ വരുന്ന വ്യക്തികളിൽ വരെ അളവിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അളവിലധികം സപ്പോർട്ട് ചെയ്യരുത്. ചെയ്താൽ അത് വളരുകയില്ല, മാത്രമല്ല അത് നമ്മളെ ബാധിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ ബോധ്യമുണ്ടാവുക, ആ ബോധ്യം നമ്മുടെ ഒപ്പം യാത്ര ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.